നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണത്തി മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീനാണ് നീതി, ലോകം കണ്ണു തുറക്കണം, ഇസ്രായേൽ ഭീകരതയ്ക്ക് അറുതി വേണം എന്നീ പ്രമേയങ്ങൾ ഉയർത്തി ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടന്നു. അന്തരിച്ച ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അനുസ്മരണം തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളും വയോജന ദിനാചരണവും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കുറാഞ്ചേരി നായിരങ്ങാടി തച്ചൻകുടി റോഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ച ഹൈഡ്രോളിക് കട്ടിലും കിടക്കയും പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഏറ്റുവാങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. ലളിതകലാ അക്കാദമിയിൽ വന്യ 2025 തുടക്കമായി. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനം, വന്യജീവി വകുപ്പ്, സാമൂഹ്യ വനവൽക്കരണ വിഭാഗം തൃശൂർ ഡിവിഷന്റെ സഹകരണത്തോടെ ഗ്രീൻ വാരിയേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന വന്യ 2025 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എക്സിബിഷന് തുടക്കമായി. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരീക്ഷണ അടിസ്ഥാനത്തിൽ ആക്രിലിക് പ്രിന്റിലേക്ക് പകർത്തിയ ചിത്രങ്ങൾ നവ്യാനുഭവമാണ് പകരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഒക്ടോബർ 28 നാടിന് സമർപ്പിക്കപ്പെടുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്ന ഫോട്ടോഗ്രാഫി അവസരങ്ങളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്ന ചടങ്ങിൽ ഗ്രീൻ വാരിയേഴ്സ് ഗ്രൂപ്പ് ഭാരവാഹി മധു കിഴക്കൂത്ത് അധ്യക്ഷത വഹിച്ചു. ആക്രിലിക് പ്രിന്റിലുള്ള 50 ഫോട്ടോകളാണ് വാർഷിക പ്രദർശനത്തിന്റെ 3ാം പതിപ്പിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രദർശനം ഒക്ടോബർ 5 സമാപിക്കും. ഗ്രീൻ വാരിയേഴ്സ് ഗ്രൂപ്പ് ഭാരവാഹികളായ അനിത് അജിത് കുമാർ, സൂരജ് പണിക്കർ, CU ശ്രീനി, അഭിജിത് വാര്യർ, നച്ചു സീന, ഷോബി ജോസ്, പ്രദർശനത്തിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തരിച്ച തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അനുസ്മരണം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ അധ്യക്ഷതയിൽ നടന്നു. മന്ത്രി കെ രാജൻ, മന്ത്രി ആർ ബിന്ദു, മേയർ MK വർഗീസ്, ബിഷപ്പ് കുര്യാക്കോസ്, മോർ ക്ലിമീസ്, ശ്രീരാമകൃഷ്ണ മിഷൻ സ്വാമി, നന്ദാത്മജാനന്ദ, MLA P ബാലചന്ദ്രൻ, രാജൻ പല്ലൻ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ACP KG സുരേഷ് IPS, TS പട്ടാഭിരാമൻ, സിസ്റ്റർ ടീമ, സക്കറിയ തുങ്കുഴി തുടങ്ങിയവർ അനുസ്മരിച്ചു. തുടർന്ന് മാർ ജേക്കബ് തൂങ്കുഴിക്ക് അശ്രുപൂജയായി ലഭിച്ച വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. മാർ ടോണി നീലങ്കാവിൽ സ്വാഗതവും ജോഷി വടക്കൻ നന്ദിയും പറഞ്ഞു. ശേഷം സ്നേഹവിരുന്നും ഉണ്ടായി. ഇന്ന് നമുക്ക് അനുകരണീയമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാം. കുർബാനയ്ക്കിടയ്ക്ക് പ്രസംഗത്തിൽ സൂചിപ്പിച്ചോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതിവന് ജേക്കബ് തൂങ്കുഴി പിതാവ് തൃശ്ശൂരിൽ വന്നു, സീസർ പറഞ്ഞ പോലെ വന്നു, കണ്ടു, കീഴടക്കി എന്നുള്ളത് അതെൻ്റെ ബോധ്യമാണ്. പാലായിൽ ജനിച്ച് ചങ്ങനാശ്ശേരി സെമിനാരിക്കാരനായി വളർന്ന് തലശ്ശേരിയുടെ വൈദികനായി മാനന്തവാടിയുടെ ആദ്യത്തെ മെത്രാനായി താമരശ്ശേരിയിലൂടെ തൃശ്ശൂരിൽ വന്ന് 1997 തൃശ്ശൂരിൻ്റെ മെത്രാപോലീത്തയായി സ്ഥാനമേറ്റെടുത്ത് 10 വർഷം ഇവർ നയിച്ച് 18 വർഷം റിട്ടയർ ചെയ്തിട്ടും ശുശ്രൂഷ ചെയ്ത തൂങ്കുഴി പിതാവ് ഇന്ന് നമുക്ക് നല്ല ഓർമ്മയാണ്, നല്ല മാതൃകയാണ്. ഒരു കൊച്ചു രഹസ്യം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. 1993 മുതൽ ഈ ഒരു എക്സ്പെർട്ട് എന്ന നിലയിൽ സീറോ മലബാർ സഭയുടെ സിനഡിൽ പ്രത്യേകിച്ച് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ ട്രൈബ്യൂണൽ പ്രസിഡന്റ് എന്ന നിലയിൽ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് തൂങ്കുഴി പിതാവിനെ പ്രത്യേകിച്ച് സിനഡിൽ വന്നത് മുതൽ പ്രത്യേകിച്ച് അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൂങ്കുഴി പിതാവിനെ താമരശ്ശേരിയിൽ നിന്ന് 1996 ഡിസംബറിൽ തൃശ്ശൂരിലേക്ക് മാറ്റും പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയത്. ഇവിടെ അറിഞ്ഞു പിതാവിന് അതൊരു വർഷമായിരുന്നു. അന്ന് കല്യാൺ രൂപത അംഗമായിരുന്ന തൃശ്ശൂർക്കാരൻ ചിറ്റിലപ്പള്ളി പിതാവിന് താമരശ്ശേരിക്ക് കിട്ടിയപ്പോൾ പിതാവിന് കുറച്ച് വിഷമമായിരുന്നു. എന്താ ഇങ്ങനെ ഇതറിഞ്ഞപ്പോൾ അന്ന് പുള്ളിക്കനച്ഛൻ കരിപ്പേരിച്ചിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു ബസ്സിൽ 1997 ജനുവരിയിൽ ഞങ്ങൾ താമരശ്ശേരി ചെന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞ് പിതാവ് പറഞ്ഞു ഭയപ്പെടേണ്ട, പിതാവ് തൃശ്ശൂർക്ക് പോവാം. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെല്ലാവരും മാറ്റി നിർത്തി, മറ്റാരും കാണാതെ എന്നെ തനിച്ച് തുകിൽ പിതാവ് ഒന്ന് വിളിച്ചു. അത് രഹസ്യം ഞാൻ അധികം പറഞ്ഞിട്ടില്ല. തനിച്ച് വിളിച്ചു എന്നെ. എന്നിട്ട് പറഞ്ഞു എനിക്ക് വരാൻ പേടിയാണ്, നിങ്ങളെന്നെ സ്വീകരിക്കുമോ? ഒരു കാര്യം കൂടി പറഞ്ഞു, അന്ന് ഞാനൊക്കെ വിചാരിച്ചു കുട്ടികളുടെ പിതാവിൻ്റെ പിൻഗാമിയായിട്ട് ഒന്ന് എൻ്റെ പേര് പറഞ്ഞു, പിന്നെ ഇവിടെ ഇരിക്കുന്ന ബോസ്കോ പിതാവിൻ്റെ പേരുണ്ട്, തട്ടിൽ പിതാവിൻ്റെ പേരുണ്ട്. ഞാനൊക്കെ വിചാരിച്ച് നിങ്ങളാവും, ഞാൻ വന്നാൽ നിങ്ങളെന്നെ സ്വീകരിക്കുമോ? സ്വല്പം പേടിയോടെ ആ മുറിയിൽ തനിച്ച് ഞാനും തുമ്പി. നമുക്കെല്ലാവർക്കും അറിയാം, അതുപോലെ ശുശ്രൂഷയ്ക്ക് പുതിയ ഭാഷ വളരെ എന്ന കരുണയുടെയും സാന്ത്വനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അതിരേറ്റ ഹാസ്യത്തിൻ്റെയും പിതാവ് നമ്മുടെ 1984 റോമിൽ നിന്ന് ഓരോരുത്തരും ഏറ്റുവാങ്ങി 1923 മാനന്തവാടിയുടെ അതിലൂടെ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു. നേരത്തെ താല്പര്യം പറഞ്ഞതുപോലെ താമരശ്ശേരിയിലെത്തി 1997 തൃശ്ശൂർ അതിലൂടെ ബിഷപ്പായി ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടത് മുതൽ പൂർണ്ണസമയം തൃശ്ശൂരിൻ്റെ പ്രഭാതമുതൽ പ്രദോഷങ്ങളുടെ ശാസ്ത്രജ്ഞരിൽ പോലും പിതാവിൻ്റെ സാന്നിധ്യം മാത്രമേ തൃശ്ശൂർ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയ ഒരു കാരണമാണ്. ബഹുമുഖ ഭാഷാപ്രതിയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ വിട്ടുപോയ പിതാവ്. അദ്ദേഹത്തിന് അറിയാത്ത ഭാഷകളില്ല എന്ന് ഞങ്ങൾ എല്ലാവരും പറയാറുണ്ട്. ഇംഗ്ലീഷും ഫ്രഞ്ചും ഇറ്റാലിയനും ജർമ്മനും സിറിയനും ലാറ്റിനും ഒക്കെയാണ് ബഹുഭാഷാ പണ്ഡിതനായിരുന്ന വർഷാർത്ഥത്തിൽ വിഷൻ 2031 സെമിനാറും സാമൂഹ്യനീതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷവും വയോജന ദിനാചരണവും തൃശൂരിൽ ഇന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സുവർണ ജൂബിലി നിറവിലെത്തിയ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ സംസ്ഥാനതല പരിപാടികൾക്കാണ് തൃശൂർ ഇത്തവണ വേദിയാകുന്നത്. വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ, സാമൂഹ്യനീതി വകുപ്പിന്റെ 75ാം വാർഷികാഘോഷം, വയോജന ദിനാചരണം തുടങ്ങിയവ ഒക്ടോബർ 3 തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്നു. 1975 ഒക്ടോബർ 2 രൂപീകൃതമായ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും വിഷൻ 2031 ഉദ്ഘാടന വേദിയിൽ തുടക്കം കുറിച്ചു. സംസ്ഥാനം 75 വർഷം പൂർത്തിയാക്കുന്ന 2031 ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും 2031 കേരളം എങ്ങനെയായിരിക്കണമെന്ന് വിപുലമായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിനും ആശയങ്ങൾ ശേഖരിക്കുന്നതിനുമാണ് ജില്ലയിൽ വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിക്കുന്നതെന്നും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസന മോഡലാണ് സംസ്ഥാനം ലോകത്തിന്റെ മുൻപിൽ വെച്ച കേരള മോഡൽ വികസനമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും ജയിൽ വിമോചിതരുടെയും ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാവി വികസന ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിനും ദീർഘവീക്ഷണത്തോടെയുള്ള നയരൂപീകരണം നടത്തുന്നതിനുമാണ് വിഷൻ 2031 സംസ്ഥാനതല സെമിനാറിലൂടെ ലക്ഷ്യമിടുന്നത്. നയരേഖ രൂപീകരിക്കുന്നതിനാവശ്യമായ ചർച്ചകൾ സെമിനാറിന്റെ ഭാഗമായി നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. കുറാഞ്ചേരി നായരങ്ങാടി തച്ചൻകുഴി റോഡ് ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. 2018 പ്രളയത്തിൽ 19 പേർ മരണപ്പെട്ട വലിയ ദുരന്തമുണ്ടായ കുറാഞ്ചേരിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണിത്. കുറാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച് 5 കിലോമീറ്റർ നീളുന്ന മലയോര പ്രദേശത്തുകൂടിയുള്ള റോഡാണ് ഉന്നത നിലവാരത്തിൽ നവീകരിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയെ പുന്നമ്പറമ്പ് വഴി നാഷണൽ ഹൈവേയുടെ മണ്ണുത്തി ഭാഗത്ത് എത്തിച്ചേരുന്ന പാതയുമായി ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന വഴിയിലെ പ്രധാന കണക്ഷനായി പ്രസ്തുത റോഡ് മാറുന്നതാണ്. ചെപ്പാറ, പൂമല, പത്താഴക്കുണ്ട് തുടങ്ങി സമീപ പ്രദേശത്തെ ടൂറിസം സാധ്യതകളെ വികസിപ്പിക്കുവാനും റോഡ് ഏറെ ഉപകാരപ്രദമാകും. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കുറാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച് തെക്കുംകര പഞ്ചായത്തിലെ കല്ലമ്പാറ തച്ചംകുഴിയിലാണ് റോഡ് അവസാനിക്കുന്നത്. BM&BC ഉന്നത നിലവാരത്തിൽ 5.5 മീറ്റർ വീതിയിൽ റോഡ് ടാറിങ്ങിനൊപ്പം ഐറിഷ് ഡ്രെയിൻ കൂടി നൽകിയ ഏകദേശം 7 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം.
3.4 കിലോമീറ്റർ ദൂരം കരിങ്കൽ സംരക്ഷണ ഭിത്തിയും 115 മീറ്റർ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയും 3.5 കിലോമീറ്റർ ദൂരം കാനയും 18 കൺവെട്ടുകളും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു. പ്രളയത്തെയും പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായ വിപത്തുകളെയും അതിജീവിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം. 12.5 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. AC മൊയ്തീൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ആ ദുരന്തത്തിൽ നിന്ന് ഒരു നാടിനെ എങ്ങനെ പുനർനിർമ്മിക്കാം എന്നതിൻ്റെ നിങ്ങളുടെ തൊട്ടു മുമ്പിലുള്ള അനുഭവിച്ചറിയാവുന്ന ഉദാഹരണമാണ് 12.5 കോടി രൂപയുടെ ഈ റോഡ്. നമ്മൾ ദൂരെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടാവും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന തരത്തിൽ ഒരു ദുരന്തത്തിൽ നിന്ന് എങ്ങനെ നമ്മുടെ നാട് കരകയറി പഴയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ഉയർന്നു വരുന്നു എന്നതിൻ്റെ നേരനുഭവമായിട്ട് ഈ റോഡ് മാറുകയാണ്. അന്ന് ഈ പ്രദേശമാകെ തകർന്ന് തരിപ്പണമായി മണ്ണിനടിയിലായപ്പോൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാന്യനായ അന്നത്തെ ഇവിടുത്തെ MLA, കേരളത്തിൻ്റെ തദ്ദേശ മന്ത്രി ശ്രീ AC മൊയ്തീനെയും പിന്നീട് ഇവിടെ MLA ആയി വന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിരന്തരമായിട്ട് ഇടപെടുകയും ഇത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ഇപ്പോഴത്തെ MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളിയെയും ഞാൻ അറിഞ്ഞു. ഇവിടെ മണ്ണിടിച്ചിലിന് കാരണമായ അതിശക്തമായ വെള്ളത്തിൻ്റെ തള്ളിച്ച അത് കുറച്ചുകൂടി ദൂരയിൽ നിന്ന് ചാലുണ്ടാക്കി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതി എന്ന നിലയിൽ ആ വെള്ളത്തെ കടന്നു പോകാൻ ആവശ്യമായ സംവിധാനങ്ങളോടുകൂടിയാണ് പ്രളയത്തെ അതിജീവിക്കാൻ ഉതകുന്ന നിലയിലുള്ള അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അത് ഉണ്ടാകാനിടയുള്ള കാരണങ്ങൾ കൂടി നിലവിലുള്ള ശാസ്ത്രീയ സാഹചര്യങ്ങളെ കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അത് നിർദ്ദേശിക്കുകയും നേതൃത്വം കൊടുത്ത ഒട്ടേറെ വ്യക്തികൾ സദസ്സിലും അതുപോലെ തന്നെ വേദിയിലുമായുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ. വോക്ക് ഇൻ ഇന്റർവ്യൂ. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ 2024-25 സാമ്പത്തിക വർഷത്തെ ധനകാര്യ പത്രിക പരിഷ്കരിച്ച് തയ്യാറാക്കുന്നതിന് 3 മാസ കാലയളവിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടർ അധിഷ്ഠിത BCom വിദ്യാഭ്യാസ യോഗ്യതയും അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ദിവസവേതന അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ബയോഡേറ്റ എന്നിവയുടെ അസൽ സഹിതം ഒക്ടോബർ 4 രാവിലെ 11 മണി മുതൽ 3 മണി വരെ കോർപ്പറേഷന്റെ അക്കൗണ്ട്സ് വിഭാഗത്തിൽ സംഘടിപ്പിച്ച കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഫോൺ 0487 24222020. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും
ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മണ്ണുത്തി മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീനാണ് നീതി, ലോകം കണ്ണു തുറക്കണം, ഇസ്രായേൽ ഭീകരതയ്ക്ക് അറുതി വേണം എന്നീ പ്രമേയങ്ങൾ ഉയർത്തി പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടന്നു. മണ്ണുത്തി ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന സംഗമത്തിൽ മണ്ണുത്തി മഹൽ ചീഫ് ജമാ മുജീബ് റഹ്മാൻ അസ്ലമി അധ്യക്ഷത വഹിച്ചു. മണ്ണുത്തി മഹൽ പ്രസിഡന്റ് ഷിഹാബ് ഹാജി സ്വാഗതം പറഞ്ഞു. സുപ്രസിദ്ധ മതപണ്ഡിതൻ അൻസാരി സുഹരി ഉദ്ഘാടനം ചെയ്തു. ഫലസ്തീൻ പ്രശ്നം മതപരമായ പരിധിക്കപ്പുറം മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും പ്രശ്നമാണെന്നും ലോകമനസാക്ഷി ഫലസ്തീനെ ചേർത്തു പിടിക്കണമെന്നും അൻസാരി സുഹരി പറഞ്ഞു. മണ്ണുത്തി മഹൽ രക്ഷാധികാരി ചെയർമാൻ ബാദുഷാ PM ആശംസയും മഹൽ സെക്രട്ടറി ഷിഹാബ് K നന്ദിയും രേഖപ്പെടുത്തി. വ്യത്യസ്ത തുറകളിൽ നിന്നുമുള്ള മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ സംഗമത്തിൽ അണിചേർന്നു. ആയുധം കൊണ്ട് ഏത് പ്രതിസന്ധിയെയും ഞങ്ങൾ മറികടക്കും എന്നുള്ള തിരിച്ചറിവാണ് ഫലസ്തീനികളുടെ ഈ ആത്മധൈര്യമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിനേക്കാൾ മഹത്തരമായ ഒരു ജീവിതം മുഅ്മിനീങ്ങളായ വിശ്വാസികളായ സൃഷ്ടികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അള്ളാഹു നമ്മളെ അതിലെത്തിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാനികമായി അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഞാൻ ഈ അവസരത്തിൽ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന പൊതുവെ ഒരു കാര്യമുണ്ട്, അവർ ദൈവമക്കളാണ്, അവർ ദൈവത്തിന്റെ ആളുകളാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. മിഥ്യാധാരണ മാത്രമാണ്. ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 50 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ കൊന്നൊടുക്കുമ്പോൾ അവസാനമായി കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഭിത്തികളിൽ ജൂതന്മാർ എഴുതി വെച്ചൊരു വചനമുണ്ട്, ഇഫ് there is God, he will have to beg my forgiveness. ഞങ്ങൾ ഇത്രയും കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും നിസ്സംഗതനായി നിരാശനായി നിൽക്കുന്ന ദൈവം, ആ ദൈവത്തെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ദിവസം ആ ദൈവത്തെ ഞങ്ങൾ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞ് ഹിറ്റ്ലറിന്റെ പീഡിത സമൂഹം, ഹിറ്റ്ലറിന്റെ മുമ്പിൽ പീഡിപ്പിക്കപ്പെട്ട സമൂഹം ദൈവവിശ്വാസം ഒഴിഞ്ഞ ചരിത്രമാണ് ജൂതന്മാർക്കുള്ളത്. എന്നാൽ കേൾക്കണോ, തകർക്കപ്പെട്ട് കിടക്കുന്ന പള്ളിക്ക് സമീപം ബോംബിങ്ങിൽ ഖബർസ്ഥാനിന്റെ ഉള്ളിൽ കടന്ന മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ തെറിച്ച് പുറത്തേക്ക് വരുമ്പോഴും കഴിഞ്ഞ റമദാനിൽ
പൊളിഞ്ഞു കിടക്കുന്ന പള്ളിക്കും പൊളിഞ്ഞു കിടക്കുന്ന വീടിനും തകർന്നു കിടക്കുന്ന മയ്യത്തിന് സമീപം അവർ കൈകെട്ടി നിസ്കരിച്ചത് അല്ലാഹു അക്ബർ, പടച്ചവനെ നീ തന്നെയാണ് വലിയവനാണ്. അതാണ് ഫലസ്തീനികളുടെ ഈമാൻ. അത് നമുക്കേറെ പഠിക്കാനുണ്ട്. അല്ലാഹു ഈമാനികമായ ബലം നൽകുമാറാകട്ടെ. മഹാനായ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദ് ഉദാഹരണങ്ങളിലെ അല്ലാഹു ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലളിതമാക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഏറ്റവും ലളിതമാക്കുകയും എന്നാൽ നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ അന്തസത്ത ഒരു വിധത്തിലും ചോരുവാൻ അനുവദിക്കാത്ത രീതിയിൽ നമ്മുടെ സംവിധാനത്തെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യേണ്ടതുണ്ടെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ സംസ്ഥാനതല ഭൂമി തരംമാറ്റ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആവശ്യമായി വന്നാൽ ചട്ടഭേദഗതിക്ക് പോലും മടിക്കാതെ ഈ നടപടിക്രമങ്ങൾ ലളിതമാക്കുവാനുള്ള ശ്രമത്തിലേക്കാണ് നാം പോകുന്നത്. ഭൂമി തരം മാറ്റുന്ന നടപടികളിൽ നിന്ന് ഏജന്റുമാരെ പൂർണ്ണമായും ഒഴിവാക്കും. അത്തരം അപേക്ഷകൾക്ക് മുൻഗണന നൽകേണ്ടതില്ലെന്നും ഏജന്റുമാരെ ഒഴിവാക്കുവാനുള്ള നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. അനധികൃതമായി നിലം നികത്തലിനെതിരായി കർശന നടപടികൾ സ്വീകരിക്കുവാനാണ് ആലോചിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. അനധികൃതമായി നികത്തിയ നിലങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിന് സർക്കാരിന് സംവിധാനം ഇല്ലാതിരുന്നതിനാൽ അത് ദുരുപയോഗം ചെയ്യുന്ന സ്ഥിതി നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള അനധികൃത നിലം നികത്തൽ തടയുന്നതിനായി ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട 7 ജില്ലകൾക്കായി ഒരു റിവോൾവിംഗ് ഫണ്ട് എന്ന നിലയിൽ 1.5 കോടി രൂപ ഇതിനോടകം ജില്ലാ കളക്ടർമാർക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അനധികൃതമായി നികത്തിയ പാടം കൃഷിയോഗ്യമാക്കി നൽകുവാൻ ഉടമ തയ്യാറാവാതെ വന്നാൽ ആ മണ്ണ് സർക്കാർ ചെലവിലെടുത്ത് മാറ്റുകയും അതിനായി ചെലവായ തുക ഭൂമിയുടെ ഉടമസ്ഥരിൽ നിന്ന് റവന്യൂ റിക്കവറി വഴി റിവോൾവിംഗ് ഫണ്ടിലേക്ക് ചേർക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തരം മാറ്റത്തിന്റെ ഭാഗമായുള്ള അദാലത്തുകൾ സ്ഥിരം സംവിധാനമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. RDOയുടെ നേതൃത്വത്തിൽ RDO ഓഫീസുകൾ കേന്ദ്രീകരിച്ചും മാസത്തിൽ ഒരിക്കലെങ്കിലും അദാലത്തുകൾ നടത്തുവാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപേക്ഷകൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ തിരിച്ചയച്ച അപേക്ഷകൾക്ക് വേണ്ടി വില്ലേജ് തലത്തിൽ അദാലത്ത് നടത്തുവാൻ വേണ്ട സംവിധാനം വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന തരംമാറ്റ അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി 25 സെന്റ് വരെയുള്ളതും സൗജന്യ തരംമാറ്റത്തിന് അർഹതയുള്ളതുമായ ഫോറം 6 അപേക്ഷകൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഭൂമി തരംമാറ്റ അദാലത്തിന് തുടക്കം കുറിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തരംമാറ്റ അപേക്ഷകൾ പരിഹരിക്കുന്നതിനായുള്ള ഉദ്യോഗസ്ഥതല അദാലത്ത് നടന്നു. ഒക്ടോബർ 3 മുതൽ നവംബർ 15 വരെയാണ് ജില്ലാതല ഭൂമി തരംമാറ്റ അദാലത്തുകൾ നടക്കുക. ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ സെക്രട്ടറി MG രാജമാണിക്യം അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ K. മീര, സബ് കളക്ടർ അഖിൽ വി മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T. മുരളി, ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 21 അവസാനത്തോടെ 2022 ആദ്യത്തോടെ നമുക്ക് ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കാൻ ഒരാശയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈനായി മാറുന്നതിന്റെ ഭാഗമായി ഓൺലൈനായി തന്നെ തരംമാറ്റ പ്രക്രിയയും ഉണ്ടായാൽ അതിന് ഏതെങ്കിലും വിധത്തിലുള്ള മുൻഗണനാക്രമങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല എന്ന് ഓർമ്മിച്ച് ഏറ്റവും ഗൗരവമായി സുതാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഓൺലൈനിലേക്ക് നമ്മൾ അപേക്ഷകൾ മാറുന്നത്. ഓൺലൈനിലേക്ക് അപേക്ഷകൾ മാറിയപ്പോൾ 6,51,443 അപേക്ഷകൾ വരെ ഈ നിമിഷം വരെ സംസ്ഥാനം ഓൺലൈനായ അപേക്ഷകൾ വരും വരെ റവന്യൂ ജീവനക്കാർക്കറിയാം. സാധാരണ നിലയിൽ അപേക്ഷകൾ വന്നാൽ അതിന് വരുന്ന ഒരു സമയം രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഓഫീസ് ടൈമിൽ. ഓൺലൈനായതോടുകൂടി ഈ സമയമില്ലാതെ 24 മണിക്കൂർ അപേക്ഷ കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ ഹൈഡ്രോളിക് കട്ടിലും കിടക്കയും കൈമാറി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെബീന, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, സോഷ്യൽ വർക്കർ ജസ്ല N, ലയൺസ് ക്ലബ് ശക്തൻ തമ്പുരാൻ സെക്രട്ടറി രഘു പണിക്കർ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കണ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ലഭിച്ച ഒരു കട്ടിൽ ആരോഗ്യ കേന്ദ്രത്തിൽ വരുന്ന കാർഡിയാക് രോഗികൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനും മറ്റൊരെണ്ണം ആവശ്യമുള്ള കിടപ്പ് രോഗികളെ വീട്ടിലെത്തിക്കുവാനുമാണ് ഉപയോഗിക്കുക.
ഉപ്പയെയും ഉമ്മയെയും സഹോദരനെയും കത്തിവീശി ഉപദ്രവിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത പ്രതിയിൽ നിന്നും വീട്ടുകാരെ രക്ഷിച്ചതിലുള്ള വിരോധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കുവാൻ ശ്രമിച്ച ചാവക്കാട് ബേബി റോഡിലുള്ള ചക്കരവീട്ടിൽ നിസാർ അമീർ എന്നയാളെയാണ് ചാവക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത്. വീട്ടുകാരെ രക്ഷിച്ചതിലുള്ള വിരോധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കുവാൻ ശ്രമിച്ച പ്രതിയുടെ ആക്രമത്തിൽ സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, സിവിൽ പോലീസ് ഓഫീസർ ടി അരുൺ എന്നിവർക്കും പരിക്കേറ്റു. ബേബി റോഡിലുള്ള ഒരു വീട്ടിൽ ഒരാൾ വീട്ടുകാരെ കത്തിവീശി ഉപദ്രവിക്കുന്നുവെന്ന് സ്റ്റേഷനിലേക്ക് വിവരം ലഭിക്കുകയായിരുന്നു. വിവരം ലഭിച്ച ഉടനെ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ശരത് സോമനും സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, റോബിൻസണും എന്നിവരുമൊത്ത് വീട്ടിലെത്തുകയും കത്തിയുമായി വീട്ടുകാരെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചിരുന്ന പ്രതിയെ നാട്ടുകാരും ചേർന്ന് വളരെ ശ്രമകരമായി കീഴടക്കി പ്രതിയുടെ ഉപ്പ അമീർ, ഉമ്മ ഫാത്തിമ, സഹോദരൻ ഫെമീർ എന്നിവരെ രക്ഷിക്കുകയുമായിരുന്നു. വീട്ടുകാരെ ഉദ്യോഗസ്ഥർ രക്ഷിച്ചതിലുള്ള വിരോധത്തിൽ പ്രതി സബ് ഇൻസ്പെക്ടർ ശരത് സോമനെയും സിവിൽ പോലീസ് ഓഫീസർ അരുണിനെയും സ്റ്റീൽ പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് വധിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു. പിന്നീട് ഇൻസ്പെക്ടർ വിമലിന്റെ നേതൃത്വത്തിലെത്തിയ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി പ്രതിയെ കീഴടക്കുകയും ചെയ്തു. പരിക്ക് പറ്റിയ സബ് ഇൻസ്പെക്ടറെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മുറിവ് ഗുരുതരമായതിനാൽ തൃശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അക്രമത്തിൽ ഇൻസ്പെക്ടർ വിമൽ, സിവിൽ പോലീസ് ഓഫീസർ അരുണിന്റെ വിരലിന്റെ അസ്ഥി ഒടിയുകയും ചെയ്തിരുന്നു. സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, അനീഷ്, പ്രദീപ്, ശിവപ്രസാദ്, റോബിൻസൺ, ഹരികൃഷ്ണൻ തുടങ്ങിയവരും നാട്ടുകാരായ സുബൈർ, ഷഹ്വാൻ തുടങ്ങിയവരും ചേർന്നാണ് പ്രതിയെ കീഴടക്കിയത്. തൃശൂർ കോർപ്പറേഷൻ പ്രഥമ കൗൺസിലിന്റെ കൂട്ടായ്മ സിൽവർ ജൂബിലി ആഘോഷം വേറിട്ട അനുഭവമായി. തൃശൂർ കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് 25 വർഷം പൂർത്തിയായിരിക്കുന്ന വേളയിൽ 2000-ലെ പ്രഥമ കൗൺസിലിലെ അംഗങ്ങളുടെ കൂട്ടായ്മ ഇന്ന് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ച് തൃശൂർ മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. 25 വർഷം മുൻപുള്ള അന്നത്തെ അനുഭവങ്ങൾ ഓരോരുത്തരും പങ്കുവച്ചു. ഓർമ്മകൾ ഓർത്തെടുത്തത് വേറിട്ട അനുഭവമായി മാറി. കോർപ്പറേഷൻ ചരിത്രത്തിലെ ഒരേടായി ഇന്നത്തെ ദിവസം മാറുമെന്ന് മേയർ അറിയിച്ചു. ഒരുമിച്ച് സൗഹൃദ സംഭാഷണവും ചായ സൽക്കാരവും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തതിനു ശേഷമാണ് പിരിഞ്ഞത്. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് വിവിധ ഗാന്ധി മാർഗം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം നടക്കുന്ന ഗാന്ധി ജയന്തി വാരാഘോഷങ്ങൾ ആരംഭിച്ചു. നെടുപുഴ കസ്തൂർബ കേന്ദ്രത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സർവമത പ്രാർത്ഥന, പുഷ്പാർച്ചന, പ്രഭാഷണം തുടങ്ങിയവ നടന്നു. കസ്തൂർബ കേന്ദ്രം ഉപദേശക സമിതി അംഗം KM സിദ്ധാർത്ഥൻ മാസ്റ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ ജീവിതവും ദർശനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കസ്തൂർബ കേന്ദ്രം പ്രതിനിധി MS കമലാദേവി അധ്യക്ഷത വഹിച്ചു. PS സുകുമാരൻ, VI ജോൺസൺ, ഡേവിസ് കണ്ണമ്പുഴ, ഗീത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ 19 വയസ്സുള്ള കുട്ടികളെ ചെറിയ കുട്ടികളെ പോലെ കൊണ്ടു നടക്കണം. ഇത് 19 വയസ്സ് ഇംഗ്ലണ്ടിൽ പോയി അവിടെ വക്കീലായിട്ട് പഠിച്ച് വന്നു. പിന്നെ ദക്ഷിണാഫ്രിക്കയിലേക്ക് 1893 പോകുമ്പോൾ 24 വയസ്സായിട്ടുള്ളൂ. 24 വയസ്സായിട്ടുള്ളൂ. ഈ 24 വയസ്സുള്ള ഗാന്ധിയാണ് ആ ദക്ഷിണാഫ്രിക്കയെ മാറ്റിമറിച്ചത്. വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാക്കി ഇന്ത്യൻ ജനതയെ, ഏഷ്യൻ ജനതയെ അവിടെ ഒരുമിപ്പിച്ച് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ഗാന്ധിജിയുടെ ആ പോരാട്ടം, പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വർണ്ണവിവേചനത്തിനെതിരായുള്ള പോരാട്ടം ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. 24 വയസ്സുകാരന്റെ ആ ധീരതയാണ് സംഘാടന പാഠവുമാണ് എന്ന് പറയുന്നത്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം, സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ
ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ്. അയ്യോ ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. ഗാസയിലെ വംശഹത്യക്കെതിരെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പടിഞ്ഞാറേക്കോട്ട ലീഡർ സ്ക്വയറിൽ തൃശൂർ ബ്ലോക്ക്, അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മാനുഷാദ ഐക്യദാർഢ്യ സദസ്സ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലശ്ശേരി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ജോൺ ഡാനിയേൽ, IP പോൾ, ശിവരാമകൃഷ്ണൻ, CB ഗീത, KH ഉസ്മാൻ ഖാൻ, സിജോ കടവിൽ, KP രാധാകൃഷ്ണൻ, സുമേഷ് നായർ, ഹാപ്പി മത്തായി, തിമോത്തി വടക്കൻ, അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി തുടങ്ങിയവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. എന്ന് പറയുകയാണ് ഈ ഐക്യദാർഢ്യ സദസ്സിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ഗാസയിലെ വംശീയ നരഹത്യ നേരിടുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നു മാത്രമാണ് പറയാനുള്ളത്. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഈ യുദ്ധം അവസാനിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറെടുക്കും. ഈ യുണൈറ്റഡ് നേഷൻസിന് നേതൃത്വം നൽകുന്ന അമേരിക്കയാകട്ടെ, അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ സമിതിയിലെ അംഗങ്ങളാകട്ടെ, അവരെല്ലാവരും ചേർന്ന് നടത്തേണ്ടത് പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര അധികാരമുള്ള ഒരു രാഷ്ട്രമാക്കി, അതിന് നിരീക്ഷക രാഷ്ട്രമല്ല, എല്ലാ അധികാരങ്ങളോടും കൂടിയ ഒരു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാൻ. അതുപോലെ തന്നെ കിഴക്കേ ജെറുസലം എന്ന് പറയുന്നത് ആർക്കാണ്, ഇസ്രായേലിനാണോ പാലസ്തീനാണോ എന്ന് വ്യക്തമാക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയി ഈ ലോകത്ത് തന്നെ യുദ്ധത്തിന്റെ കെടുതികൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഒരിക്കലും ഈ ലോകത്ത് യുദ്ധം ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇന്ന് ഈ ഐക്യരാഷ്ട്ര സമിതി ചെയ്യേണ്ടത്. അതിനുള്ള ശക്തി കൂട്ടൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകേണ്ടത്. അതേസമയം ഇന്ത്യയുടെ ഭരണാധികാരിയായിരിക്കുന്ന, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഉള്ളിലിരിപ്പ് നമുക്കെല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ എവിടെയെങ്കിലും ചത്തൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യയുടെ ഭരണാധികാരികളെ കാണാൻ നമ്മളാരും, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിൻതലമുറക്കാരായ നമ്മൾ ആരും തന്നെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഐക്യദാർഢ്യ സദസ്സ് നടത്തുന്നു. ഇത് ഈ ഐക്യദാർഢ്യ സദസ്സ് എന്ന് പറയുന്നത് ദേശീയ സന്നദ്ധ രക്തദാന ദിനത്തിന്റെ ഭാഗമായി രക്തദാന പ്രവർത്തകരെ ആദരിച്ചു. കണ്ടാണശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിലെ രക്തദാനം നടത്തിയ യുവജന സന്നദ്ധ പ്രവർത്തകരെ കൂനമുച്ചി സത്സംഗ് ആദരിച്ചു. കൂനമുച്ചി വൈഫൈ ക്ലബിന്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ 78 തവണ രക്തം ദാനം ചെയ്ത അധ്യാപകനും NCC ഓഫീസറുമായ മേജർ PG സ്റ്റൈജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 20ലേറെ തവണ രക്തം ദാനം ചെയ്ത ജോമി ജോൺസനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ ഓരോരുത്തരും അവരവരുടെ രക്തദാന അനുഭവങ്ങൾ പങ്കുവച്ചത് നവ്യ അനുഭവമായി. സന്നദ്ധ രക്തദാന ദിനത്തിന്റെ ഓർമ്മയ്ക്കായി കേക്ക് മുറിച്ചും പാട്ടുപാടിയും മധുരം പങ്കിട്ടുമാണ് രക്തദാന ദിനം ആഘോഷിച്ചത്. ആദ്യ രക്തദാനം കൗതുകവും
ഭയപ്പാടോടു കൂടിയാണ് ചെയ്തതെങ്കിലും പിന്നീട് അങ്ങോട്ട് സന്തോഷത്തോടും സ്നേഹവിപ്ലവം രക്തദാനത്തിലൂടെ എന്ന ആശയം നെഞ്ചിലേറ്റിയുമാണ് രക്തം ദാനം നടത്തിയതെന്ന് വിജു വർഗീസ് അഭിപ്രായപ്പെട്ടു. സന്നദ്ധ രക്തദാന രംഗത്ത് സജീവ സാന്നിധ്യമായ ബിൻസ് തരിയൻ, മിലൻ തരകൻ, സിംസൺ MT, അരുൺ T, ജിക്സൺ KF, എഡ്വിൻ ഡേവിസ് തുടങ്ങിയവർ അനുഭവങ്ങൾ പങ്കുവച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തി മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീനാണ് നീതി, ലോകം കണ്ണു തുറക്കണം, ഇസ്രായേൽ ഭീകരതയ്ക്ക് അറുതി വേണം എന്നീ പ്രമേയങ്ങൾ ഉയർത്തി ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടന്നു. അന്തരിച്ച ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അനുസ്മരണം തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളും വയോജന ദിനാചരണവും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കുറാഞ്ചേരി നായിരങ്ങാടി തച്ചൻകുടി റോഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ച ഹൈഡ്രോളിക് കട്ടിലും കിടക്കയും പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഏറ്റുവാങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.